ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച സുപ്രീം കോടതിയുടെ റിവ്യൂ ഹർജി പരിശോധന ഇന്ന് വൈകിട്ട് നടന്നു. പരിശോധനയെ തുടർന്ന് റിവ്യൂ ഹർജികളും അതോടൊപ്പം വന്ന റിട്ട് ഹർജികളും 2019 ജനുവരി 22 കേൾക്കാൻ കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളവും ഭക്തരെ സംബന്ധിച്ചിടത്തോളവും പന്തളം കൊട്ടാരത്തെ സംബന്ധിച്ചിടത്തോളവും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കക്ഷികളെ സംബന്ധിച്ചിടത്തോളവും വളരെ ആശ്വാസം പകരുന്ന വിധിയാണ്. സംഘർഷരഹിതമായ ഒരു മണ്ഡല മകരവിളക്ക് കാലം വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇന്ന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൻ്റെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ചിൻ്റെ സുപ്രധാനമായ ഒരു തീരുമാനം. ആ തീരുമാനം 2-3 പ്രത്യേകതകൾ ആ തീരുമാനത്തിനുണ്ട്. ഒന്ന്, അത് കേൾക്കാൻ തയ്യാറായി തുറന്ന കോടതിയിൽ ഇന്ന് ചേംബറിൽ വെച്ചാണ് ഈ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ഈ ഹർജികൾ ജനുവരി 22 തുറന്ന കോടതിയിൽ കേൾക്കാൻ തീരുമാനിച്ചു. സാധാരണഗതിയിൽ അപൂർവമാണ് ഈ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി പിന്നെ പുനഃപരിശോധിക്കുമ്പോൾ അത് ചേംബറിൽ വെച്ചാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. അത് തുറന്ന കോടതിയിൽ പുനഃപരിശോധിക്കാൻ തയ്യാറാവുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പറയാനുള്ളവർക്കെല്ലാം, ഇതിൽ കക്ഷി ചേർന്നിട്ടുള്ളവർക്കല്ല, കക്ഷി ചേരുക എന്നുള്ളതല്ലാതെ അത് റിട്ട് ഹർജി നൽകിയിട്ടുള്ളവർക്കെല്ലാം, പുനഃപരിശോധനാ ഹർജി നൽകിയിട്ടുള്ളവർക്കെല്ലാം ഇനിയും അവർക്ക് പറയാനുള്ളത് കോടതി കേൾക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് സുപ്രധാനമായ ഈ തീരുമാനത്തിൻ്റെ പിന്നിലുള്ളത്. വാസ്തവത്തിൽ സുപ്രീം കോടതിയും ഒരു വിസ്ഡം കാണിച്ചിരിക്കുകയാണ്. ഇത് സാധാരണഗതിയിൽ ഈ വിധി നടപ്പാക്കുമ്പോഴുള്ള സംഘർഷം വളരെ പ്രധാനമാണ്. കഴിഞ്ഞ നമ്മൾ കാലത്ത് കണ്ടത്, ഈ മണ്ഡലകാലം തുടങ്ങുന്ന കാലത്ത് കണ്ടതും കഴിഞ്ഞ ചിത്തിരാട്ട വിശേഷ ദിവസവും കണ്ടതും നമ്മൾ വിധി എന്തോ ആയിക്കോട്ടെ അത് വളരെ സംഘർഷത്തിനിടയാക്കുകയും ഒരു സാമൂഹികമായ കലങ്ങി പറഞ്ഞ അന്തരീക്ഷം കേരളത്തിലുണ്ടാക്കുകയും ചെയ്തു. അപ്പം അതിൻ്റെ ഒരു അനുരണനം കൂടി സുപ്രീം കോടതിയുടെ തീരുമാനത്തിൽ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം കാണാൻ. നമുക്കറിയാം ജനുവരി 22 എന്ന് പറയുന്നത് ഈ മണ്ഡല മകരവിളക്ക് ഉത്സവം സമാപിച്ച് ഒരാഴ്ച കഴിയുമ്പോഴുള്ള ദിവസമാണ്. സാധാരണഗതിയിൽ മകരവിളക്ക് കഴിഞ്ഞാലും ഒരാഴ്ച കൂടി നട തുറക്കാറുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ നട അടച്ച ശേഷം ഈ സീസണിലെ നട അടച്ച ശേഷമായിരിക്കും കോടതി ഇത് പുനഃപരിശോധിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് പറയാനുള്ള കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഈ വിധി ഇതിൽ ഇനി വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് മറിച്ച് ഒരു തീരുമാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാനുള്ള ഒരു അവസരവും കൂടി കൈവന്നിരിക്കുകയാണ്. സാധാരണഗതിയിൽ ചെയ്യില്ല എങ്കിൽ പോലും കോടതിയുടെ കാര്യമാണ്, നമുക്കറിയാൻ പറ്റില്ല. എങ്കിലും ഇത് പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ച് വളരെ ഒരു തലവേദന ഒഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതുപോലെ സർക്കാരിനെ സംബന്ധിച്ച് ഇതല്ലേ വലിയ ആശ്വാസം. സർക്കാർ ഇത് കാത്തിരുന്ന വിധിയാണെന്ന് വേണം പ്രതീക്ഷിക്കാം. കാരണം സർക്കാരിനെ സംബന്ധിച്ച് ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ ഒരു ഇഷ്യൂ പോകുക എന്നുള്ളതാണ്. സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്നുള്ള പിടിവാശിയൊന്നും ഗവൺമെൻറ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി നടപ്പാക്കേണ്ടത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് കണ്ടിട്ടാണ് ശ്രീ പിണറായി വിജയനും ഗവൺമെൻറ്റും ഇത് നടപ്പാക്കാനുള്ള ശ്രമം നടത്തിയത്. എന്നിട്ട് പോലും നമ്മൾ കണ്ടതാണ് ഈ നടപ്പാക്കാനുള്ള ശ്രമത്തിൽ ഒരുപാട് സംയമനം ഗവൺമെൻറ് പാലിച്ചു, പോലീസ് ഒരുപാട് സംയമനം പാലിച്ചു. RSSനെ സഹായിക്കുന്ന തരത്തിൽ വരെ ഗവൺമെൻറ്റും പോലീസും പെരുമാറി എന്നവരുള്ള ആക്ഷേപവും മറ്റു പല കോണുകളിൽ നിന്ന് ഉയർന്നതുപോലും ഈ സംഘർഷം ഒഴിവാക്കാൻ ഗവൺമെൻറ് നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. ആ നിലയിൽ നോക്കുമ്പം ഗവൺമെൻറ്റിന് ഇത് വലിയൊരു ആശ്വാസമാണ്. ആ നിലയ്ക്ക് നോക്കുമ്പം മറ്റ് എല്ലാവിധ സംഘർഷങ്ങളും അവിടെ ഉണ്ടാക്കി ഇതിനിടയ്ക്ക് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വന്നിട്ടുള്ള ഒരുപാട് ശക്തികളുണ്ട്. സംഘപരിവാറുമായി ബന്ധപ്പെട്ടും അതല്ലാതെയും സംഘപരിവാറിനോട് ഒട്ടിയും അതിന് പുറത്തു നോക്കി നിൽക്കുന്ന ഒരുപാട് മിസ്ക്രിയൻസ് ഉണ്ട്. ആ മിസ്ക്രിയൻസിൻ്റെയൊക്കെ അവരുടെ വാസ്തവത്തിലുള്ള മുതലെടുപ്പിനുള്ള അവസരവും കൂടി നഷ്ടപ്പെടുത്തിയിരിക്കുക. രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പിനുള്ള അവസരം കൂടി അടച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഈ തീരുമാനം എടുത്തിരിക്കുന്നത്.